എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം തട്ടിക്കൂട്ടല്ലായിരുന്നു വയ്യാത്ത. അപ്പം ഇന്ന് കപ്പ ഉണ്ടാക്കുന്നുണ്ട്. ഈ കപ്പ ഞാൻ വാങ്ങിച്ചിട്ട് 4 ദിവസമായായിരുന്നു. അപ്പം കപ്പ വാങ്ങിച്ചിട്ട് ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ ചില സമയത്ത് സമയം രാവിലെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ രാത്രിയിലെ കപ്പ പൊളിച്ച് അരിഞ്ഞ് കഴുകത്തൊന്നുമില്ല. അരിഞ്ഞിട്ട് ഇപ്പം പൊളിച്ചിട്ട് അതിൻ്റെ മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ് കഴുകി കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഞാൻ കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ എടുത്ത് കഴുകി അടപ്പത്ത് വെച്ചിരുന്നത്. അപ്പം അരിഞ്ഞ് വെച്ചിട്ട് അന്നേരമായിരുന്നു എനിക്ക് അസുഖമായ 3 ദിവസം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞാണ് ഇന്ന് കപ്പ വേവിക്കുന്നത്. അപ്പം ഇന്ന് കപ്പയും മീൻകറിയുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ കപ്പയും മീൻകറിയും ഇന്ന് കഴിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണുക. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, കമൻ്റ് ഇടുക. സമയം കിട്ടുന്നതനുസരിച്ച് കമൻ്റ് ഇടേ. എല്ലാവർക്കും സമയം കാണത്തില്ല. അതുപോലെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. അപ്പം ഈ ഫേസ്ബുക്കിൻ്റെ അകത്തും വിജി സന്തോഷം എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് ഞാൻ ഈ ഷോർട്ട് വീഡിയോയും അങ്ങനെ റീൽ ഇതൊക്കെ ഈ വീഡിയോകൾ തന്നെ ഷോർട്ടായിട്ടൊക്കെ ഇടുന്നുണ്ട്. അവിടെയും ഒന്ന് പോയി നോക്കിയാൽ നല്ലതാണേ. അതിൽ വരുവാണെങ്കിൽ നമുക്ക് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ഇടുവാണെങ്കിലൊക്കെ ഞാനതിൽ വന്ന് ആഡാവാം കേട്ടോ. ഓക്കെ, പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ മാവിൻ്റെ കാര്യം നിങ്ങൾ കാണും. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ അരച്ച് വെച്ച് നന്നായി പുളിച്ച് വന്നെന്ന്. ഇന്ന് അത് തദൈവ എന്നെ ഫ്ലോപ്പായി പോയി. ഞാൻ കാണിക്കാം കേട്ടോ. അന്നേരം ഞാൻ സാധാരണ ഇപ്പം ഈ തണുപ്പായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അരച്ചതിനൊക്കെ ഇച്ചിരി ലേറ്റാണ്. എന്നാലും ഞാൻ ഒരു 8:30 അരച്ച് വെച്ചു. എന്നിട്ടും രാവിലെയാണ് മാവ് എന്നാൽ എന്നത്തേനേക്കാൾ ഇച്ചിരിയും കൂടെ അരി കൂടുതലിടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആ പാത്രം കണ്ടപ്പോഴേ മനസ്സിലായി അത്രയും ഒന്നും പുലിച്ച് കയറിയിട്ടില്ല. അപ്പോഴേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇനി ഇഡലി എങ്ങനാവും, ആകെ ഫ്ലോപ്പാവും. ഞാൻ എൻ്റെ നെഞ്ചങ്ങനെ പടപടാ ഇടിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്തോ ഈ പിള്ളേർക്ക് ടിഫിൻ കൊടുത്തു വിടുമെന്നുള്ള ഇതായിപ്പോയി. അപ്പോൾ ഇഡലി ഉണ്ടാക്കി എടുത്ത ഉടനെ അത്ര കുഴപ്പമില്ല. എന്നാലും എന്നും ഞാൻ ഉണ്ടാക്കുന്നത് പോലുള്ള സോഫ്റ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്തെന്നോ, ആ ഇഡലി പാത്രത്തിൻ്റെ വെള്ളം ചൂടായിരുന്നല്ലേ, അതിൻ്റെ അകത്ത് ആ പാത്രം 1 മണിക്കൂറൊന്ന് ഇറക്കി വെച്ച് അതിന് ശേഷമാണ് ഞാൻ ബാക്കി ഉണ്ടാക്കാൻ പോയത്. ഈ പിള്ളേർക്കുള്ളത് ഒരു ട്രിപ്പ് ഉണ്ടാക്കി. അപ്പം ഉണ്ടാക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു മസാല ഇഡലി. സാധാരണ ഈ മസാല ഇഡലിക്ക് ഒത്തിരി സോഫ്റ്റ് ആവാത്ത ഇഡലിയാണ് നല്ലത്. പക്ഷേ ഞാൻ എന്നും ഉണ്ടാക്കുന്നത് പോലെ സോഫ്റ്റ് ആയില്ല ഇത്. ഇപ്പോൾ 1 മണിക്കൂർ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ച് ഇങ്ങനെ എടുത്തുണ്ടേ ഒന്ന് നന്നായിട്ട് അതൊന്ന് പൊലിച്ച് വന്നായിരുന്നു. പിന്നെ നല്ല ഇതുണ്ടാക്കാൻ പറ്റിയായിരുന്നു. ഓയിൽ പറഞ്ഞ് മസാല ഇഡലി ശരിയായില്ലെന്ന് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓയിലൊഴിച്ച് ഇത്തിരി കടുകിട്ട് നല്ലൊരു 2 കറിവേപ്പില, കറിവേപ്പില നന്നായിട്ടൊന്ന് മുരിയട്ടെ. ഇനി ഞാനങ്ങ് തീ ഓഫാക്കി. എന്നിട്ടൊരു ഇച്ചിരിയും കൂടെ ഉപ്പ്, ഇതിനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി, എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പം ഇഡലി ഇട്ടിട്ട് ഇനി സ്പൂണും കൊണ്ട് ഇളക്കല്. ആദ്യം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം, എന്നിട്ട് സ്പൂണും കൊണ്ട് ഇളക്കിയാൽ മതി ഈ ഇഡലിയിൽ മസാല ആകാത്തടുത്തേ. അപ്പോൾ ഇതിലൊരിച്ചിരി ഓയിൽ കുറവായിപ്പോയി. ഞാൻ അതിൻ്റെ നടുക്കോട്ട്, പാൻ ചൂടാന്നല്ലേ, നടുക്കോട്ട് ഒരിച്ചിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സോഫ്റ്റ് ഇഡലിയാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സോഫ്റ്റ് അല്ലാത്തയാ മസാല ഇഡലിക്ക് നല്ലത്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അന്നേരം കുറേയും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ജോയിൽ ഇങ്ങനെയാണോ ചെയ്തത്? ഞാൻ ഇനി അപ്പച്ചന് ചായ കൊടുക്കട്ടെ.
അപ്പോൾ എനിക്ക് കപ്പയുടെ കൂടെ മത്തി ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. മത്തി ഇരിപ്പുണ്ടായിരുന്നു, മത്തിക്കറി. അതാ എനിക്ക് ടേസ്റ്റായിട്ടും തോന്നുന്നത്. പക്ഷേ ഈ പ്രൈസനെ ഉദ്ദേശിച്ചാണ് ഞാനിന്ന് അയല എടുത്തത്. അവന് മത്തിക്കകത്ത് മുള്ളാന്നും പറഞ്ഞ് അവന്. പക്ഷേ ടേസ്റ്റ് അത് നല്ല നെയ്മത്തിയാണല്ലേ, അത് നല്ല ടേസ്റ്റ് നമുക്ക് കപ്പയ്ക്ക് കഴിക്കാൻ. പിന്നെ എങ്ങനെയാ നമ്മുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് കൊച്ചുങ്ങളുടെ ഇഷ്ടം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കപ്പ അവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അരിഞ്ഞ് വെച്ചിരുന്നായിരുന്നു, അത് വെള്ളത്തിൽ നിന്ന് ഇട്ടിട്ട് അത് കഴുകി ഇനി എടുക്കണം. അപ്പോൾ ഞാൻ മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. അത്ര വലിയ മീനല്ല, അന്ന് ഞങ്ങൾ പോണ ഇങ്ങനെയുള്ളതാ. എത്ര 25 350 രൂപ. ഇപ്പം കപ്പ ഉണ്ടെന്നറിഞ്ഞാൽ ജോലി ചെയ്യാൻ എന്നും നമ്മൾ ജോലി നല്ല ത്രില്ലോടാ ചെയ്യുന്നേ. എന്നാലും കപ്പ ഉണ്ടെന്നറിഞ്ഞാൽ ഒന്നുകൂടെ ജോഷിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കും. എന്ന് വെച്ചാൽ കഴിക്കണ്ടേ, കപ്പ കഴിക്കണ്ടേ, അതുകൊണ്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇത് കേട്ടിട്ട്, ഇവരെന്തോ ആയുസ്സിൽ കപ്പ കണ്ടിട്ടില്ലേ? ഞാനും ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ ഞാൻ കപ്പ കണ്ടിട്ടില്ലേ. എന്നാൽ എൻ്റെ കുഞ്ഞുനാളിൽ കപ്പ കഴിച്ചതുപോലെ ആരും കഴിച്ചിട്ടില്ലായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പറമ്പിൽ മൊത്തം കപ്പ കൃഷിയൊക്കെ ആയിരുന്നല്ലോ. അപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോഴും എല്ലാം കപ്പ വേവിച്ചതും പുഴുങ്ങിയതും ഇങ്ങനെ മാറിയിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ കപ്പ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ അതൊരു ഫാഷനാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ഉള്ളതാണ് കപ്പ കഞ്ഞി അങ്ങനെയൊക്കെ ഉള്ളത്. കപ്പപ്പുഴുക്കും കഞ്ഞിയൊക്കെ ആയിരിക്കുമല്ലോ രാവിലെ പറമ്പിൽ ആൾക്കാർ നിൽക്കുകയാണെങ്കിലും അവർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ നമ്മളിപ്പം വിളിച്ച് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കപ്പ ഉണ്ടായെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പലഹാരങ്ങൾ വീട്ടിൽ ഉണ്ടാക്കും. ഞങ്ങളുടെ വീട്ടിൽ പലഹാരമാണെന്ന് പറയുന്നത് പോലെ പലഹാരങ്ങൾ ചുരുക്കമായിരുന്നു പണ്ടൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം അത് നേരെ തിരിച്ചായി, കപ്പയാണ് ഇപ്പോഴത്തെ താരം. എല്ലാവരും അതുപോലെ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചതാണ് കേട്ടോ. എൻ്റെ മക്കളാണെങ്കിലും റൈസമ്മോൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് കയറിയപ്പോഴേ ചോദിച്ചു, മമ്മി മീൻ കറി ഉണ്ടാക്കിയോ? അപ്പം വന്നോണ്ടേ മറ്റവൻ കപ്പ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് അയ്യോ ഐ ലവ് യു മമ്മി, അയ്യോ മമ്മി എന്തുവാ മമ്മി എന്നും പറഞ്ഞു. അവരെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കഴിക്കുന്നത്. ഞാനെന്നാൽ അങ്ങനല്ലല്ലോ. അപ്പോൾ എൻ്റെ കൊതി ഇച്ചിരി കുറയണ്ടേ. എന്നാലും കപ്പയും മീൻകറി എന്നൊക്കെ എവിടെ ഒരു ഹെഡിങ് കണ്ടാലും ഞാൻ പെട്ടെന്ന് ചെന്ന് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കും. അത് കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അവർ കാണുന്നതാണെങ്കിൽ അത് പിന്നെ പറയുകയും വേണ്ട. അപ്പം ഞാൻ കാര്യം പറഞ്ഞ് മീൻകറി താണ്ട് ഇവിടെ വരെ ആയിട്ടുണ്ട് കേട്ടോ. മസാലകളെല്ലാം മൂപ്പിച്ച് പുളിയും പുളിവെള്ളം എല്ലാം ഒഴിച്ച് ഇന്നിച്ചിരി ചാറായിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കപ്പ കഴിക്കണ്ടേ. ഇവിടെ ഞാൻ പിന്നെ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറിയൊക്കെ കഴിക്കും. പക്ഷേ ഈ പിള്ളേർക്ക് പിള്ളേർക്ക് പറഞ്ഞാൽ പോളിന് നന്നായിട്ട് കപ്പയ്ക്ക് കറി വേണം, ചാറ്. ഈ വീട്ടിൽ കപ്പ കഴിക്കാത്തത് എൻ്റെ പ്രിയതമൻ മാത്രമേ ഉള്ളൂ, റീച്ചാൻ. കാരണം റീച്ചാൻ കഴിക്കത്തില്ല. കപ്പ ബിരിയാണി ആണെങ്കിൽ കഴിക്കും, അതെന്താ എന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പം കപ്പയും ബീഫ് കൂടെ വേവിച്ചാലും കഴിക്കത്തില്ല. അതേ സ്ഥാനം ആ ബീഫ് വേണമെങ്കിൽ അതിലൊന്ന് കുഴച്ചിട്ട് കപ്പ ബിരിയാണി ആണെന്നും പറഞ്ഞു കൊടുത്താൽ അങ്ങനെ കഴിക്കും. ഇപ്രാവശ്യത്തെ കപ്പ ഞങ്ങൾക്ക് പിറ്റേന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഡാഡിക്ക് കൊടുക്കുക ഞാൻ ഒരു ഇതായിരുന്നു ഡൗട്ട്, മീൻസ് കഴിക്കുമോ എന്നുള്ള. തലേന്നത്തെ കപ്പയല്ലേ ചോദിച്ചിട്ട് പറഞ്ഞു, ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം കപ്പ. ഡാഡി പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ എനിക്ക് പഴങ്കഞ്ഞി കുടിക്കായിരുന്നു, മറന്നുപോയി. കപ്പ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും വൈകുന്നേരം കഴിക്കാനുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാറില്ലല്ലേ. അപ്പോൾ വൈകിട്ട് കഴിച്ചോണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു കഴിക്കാൻ. 1 or 2 മീനേ ഉള്ളായിരുന്നു മുറിക്കാനായിട്ട്. ബാക്കി ഇങ്ങനെ ഞാൻ തല കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ വറക്കുന്നത് പോലെ ഒന്ന് വരഞ്ഞിട്ടിട്ടുണ്ടേ. അപ്പോൾ മസാലയൊക്കെ അതിൽ നന്നായി കയറി പിടിച്ചോളുമല്ലേ. അപ്പോൾ അതിനി അവിടെ കിടന്നൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പോഴത്തേക്കിന് ഞാൻ കപ്പ 2 ഊറ്റി, എന്നിട്ട് ഇനി അരപ്പൂടെ അരച്ചതിലിടണം. ചില സ്ഥലത്തൊന്നും കപ്പയ്ക്ക് തേങ്ങ അരച്ച് ചേർക്കാറില്ല, ഇച്ചിരി മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. ഞാൻ പക്ഷേ ഒരു ഇച്ചിരി നേരത്തെ ആണെങ്കിൽ എത്രയും തേങ്ങ കൂടുതൽ ചേർക്കുന്നു അത്രയും ടേസ്റ്റാണെന്ന് പറഞ്ഞ് തേങ്ങ ഇച്ചിരി കൂടുതൽ ചേർക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇച്ചിരി പേരിനും വേണ്ടിയേ ചേർക്കത്തുള്ളേ. അപ്പോൾ ഈ അരപ്പിൻ്റെ അകത്ത് തന്നെ ഞാൻ ഉപ്പ് കൂടെ അങ്ങിട്ട്, എന്നിട്ട് അത് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ആ കപ്പ അരപ്പിൻ്റെ മുകളിൽ ഒന്നിട്ടിട്ട് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. എനിക്കിത് പാത്രമില്ലാഞ്ഞോണ്ട് ഞാൻ ഇഡലി പാത്രത്തിലാണ് ഇന്ന് വേവിച്ചത്. കാരണം കപ്പ 2 കിലോ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചരുവത്തിൽ പറ്റുമായിരുന്നു. സാധാരണ ഞാൻ തലേന്ന് ഒരെണ്ണം എടുത്ത് പുഴുങ്ങി നോക്കുന്നതായിരുന്നു. അപ്പം ഇത്രയും വരത്തില്ലായിരുന്നു. കാരണം ഇപ്രാവശ്യം എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ തലേന്ന് അത് ഒന്ന് പുഴുങ്ങിയൊന്നും നോക്കിയില്ല. തലേന്ന് ഈ പുഴുങ്ങി നോക്കുന്നതെന്ന് പറഞ്ഞാൽ വേവോ എങ്ങനെയുള്ളതെന്ന് അറിയാൻ വേണ്ടി സാമ്പിളിന് ഒരിച്ചിരി എടുത്ത് നോക്കുന്നതാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പം ചോറും കറിയും വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഉടനെ എനിക്ക് കഴിക്കാൻ തോന്നത്തില്ല. ഞാൻ കുറച്ച് നേരം അവിടെ അകത്ത് പോയി ഇരുന്നിട്ട് ഇച്ചിരി വിയർപ്പൊക്കെ മാറി അതൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുന്നത്. പക്ഷേ കപ്പയാണോ ഞാൻ ഉടനെ കഴിക്കും. അതൊക്കെ അഹങ്കാരമല്ലേ മനുഷ്യരുടെ, ആണോ ഇല്ലയോ? ആദ്യം ഞാൻ അതുകൊണ്ട് ആ കമ്പും കൊണ്ട് ചെയ്തിട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ മത്തുണ്ടല്ലേ, ഈ
തൈര് കടയുന്നേ, അതും കൊണ്ടൊന്ന് ഉടച്ചുടച്ചെടുത്തേ. പിന്നെ മത്തിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ചത് പിന്നെ തിന്നാതിരിക്കാൻ പറ്റുമോ? പിന്നെ അത് ഇച്ചിരി തിന്ന്. അപ്പം ഞാൻ ഫോൺ വന്നായിരുന്നു കേട്ടോ. ഫോൺ സംസാരിച്ചിട്ട് ചെവിയുടെ എടുത്ത് മാറ്റിയിട്ടില്ല. ഒരാൾ താണ്ട വന്നിപ്പം കേട്ടോ. ഇവിടെ വീഡിയോ ഓണാന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ കപ്പ കുഴച്ച് വെച്ചിട്ട് പ്രൈസനോട് കുളിക്കാൻ പോകാൻ പറഞ്ഞ്. അവൻ കുളിക്കാൻ പോയി. അപ്പം ഞാൻ ബീൻസ് ഒന്ന് അതിൻ്റെ അകത്ത് സവാളയും തേങ്ങയൊക്കെ ഇട്ടൊന്ന് കൈ കൊണ്ട് ഞെവിടിയായിരുന്നു. അപ്പോൾ എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞെവിടിയിട്ട് ഞാൻ അത് കഴുകിയില്ല കൈ. ആ ഇടത്തെ കൈ കൊണ്ട് അതാണ് ഞാൻ കടുകിട്ടത്. എന്നിട്ട് ഇതുകൂടെ ഇട്ടിട്ട്, കാരണം എൻ്റെ കയ്യിൽ മസാലയൊക്കെ ഉണ്ടല്ലേ, അതുകൂടെ പോകേണ്ട കഴുകി കളയണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇടത്തെ കൈ കൊണ്ട് കടുക് ഇട്ടിട്ട് ഇപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി അതവിടെ കിടക്കട്ടെ. നമുക്കൊട്ടും സഹനശക്തിയില്ല. എത്രയും പെട്ടെന്ന് പ്രൈസറൂടെ വന്നിട്ട് കപ്പ കഴിക്കാന്നുള്ള ഇതാണ്. ഇവിടെ ഇപ്പം എനിക്കും പിള്ളേർക്കും ഉണ്ടല്ലേ ഈ മീൻകറി ഈ കപ്പയാണേലും വേറൊരു ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട്, വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. പക്ഷേ റേച്ചാനെ അപ്പച്ചനെ ചിന്തിച്ചാണ് ഞാൻ ഈ ബീൻസ് കൂടെ എടുത്തത്. റേച്ചാൻ കപ്പയും കഴിക്കത്തില്ല, മീൻകറിയും കഴിക്കത്തില്ലല്ലേ. പിന്നെ റേച്ചാൻ ഞാൻ ഈ മോരും ഈ തോരനും പിന്നെ മുട്ടയെങ്ങാനും പൊരിച്ചു കൊടുക്കും. റേച്ചാൻ പറയാൻ വേണ്ടെന്ന്. റേച്ചാൻ ഈ ചിപ്സൊക്കെ ഉണ്ടല്ലേ, ചിപ്സൊക്കെ കൂട്ടി റേച്ചാൻ കഴിക്കും, അല്ലെങ്കിൽ പപ്പടം, അല്ലാതെ മുട്ടയൊന്നും വേണമെന്നില്ല. പക്ഷേ എൻ്റെ പിന്നെ ഇതുകൊണ്ട് ഞാൻ പിന്നെ മുട്ടയെങ്ങാനും പൊരിച്ചു കൊടുക്കും. അപ്പോൾ മീൻകറി ഞാൻ ഇച്ചിരി ചാറിലാണ് എടുത്തത്. വറ്റി വന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. തോരനും റെഡിയായി. ഇന്നലത്തെ മോരുകറിയും കുറച്ചിരിപ്പുണ്ട്. മോരുകറിയൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ ഞാൻ എളുപ്പം പോയി കപ്പ ഇച്ചിരി എടുക്കാം. എനിക്ക് കപ്പ മാത്രം കഴിക്കുന്നതിനോട് ഇതില്ല. ഒരിച്ചിരി ചോറും കപ്പയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കിയാണ് എനിക്ക് കഴിക്കുന്നത് ഇഷ്ടം. റേച്ചാന് ചോറ് കഴിക്കാൻ ചിപ്സ് അല്ലെങ്കിൽ നമ്മളില്ല വിരലിടുന്ന നള്ളി ഉണ്ടല്ലേ ഈ പിള്ളേരൊക്കെ കഴിക്കുന്നത്, അതൊക്കെയാണ് ചോറിൻ്റെ സൈഡിൽ വെച്ച് ആൾക്ക് കഴിക്കാനിഷ്ടം. പപ്പടം ആണെങ്കിൽ വറുത്ത് വേണമെന്നൊന്നുമില്ല, ചുട്ടതാണ്. അത് ഒന്നും രണ്ടും ഒന്നും പോരാ, ഒരു 4-5 പപ്പടം വേണം. ഞാൻ ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറയത്തില്ലേ, പണ്ടത്തെ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മായ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും മായയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ പാത്രത്തിലെടുത്ത് മാത്രമല്ല വെക്കുന്നത്, നിങ്ങളെ കഴിച്ചുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനേ വലത്തെ കൈ കൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇന്നാൾ ഞാൻ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത് കൊണ്ട് ഇടത്തെ കൈയും കൊണ്ടാണ് നമുക്ക് കഴിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും. ഇന്നാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ച്, വിജി ഈ ഇടത്തെ കൈ കൊണ്ടാണോ കഴിക്കുന്നതെന്ന്. അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തത് കൊണ്ടാണ്, ചിലർക്ക് അറിയാത്തവരുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് തോന്നുക കേട്ടോ. അപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞൊന്ന് സമാധാനത്തിൽ കഴിക്കണം. എൻ്റെ മൊന്തയിൽ ഞാൻ താണ്ട വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ കൂടെ കൊണ്ടുവന്നേ. അന്നേരം ഇന്നത്തെ ഊണ് കുശാലായിരുന്നു, കപ്പയും മീൻകറിയും കൂടെ. ഞാൻ ആ കട്ടിലിൻ്റെ അവിടെ ഇരിക്കുന്നത് കേട്ടോ. ആ ചുമന്ന അതെന്തോന്നോ പില്ലോ കവറാണ്, അത് പോളിൻ്റെ ഒരു ഷീറ്റായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് പില്ലോ കവറാക്കിയതാണ്, അതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.